മഴക്കാലം കനക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും അയൽവാസികൾക്കും ഭീഷണിയായി നിലനിൽക്കുന്ന അപകടകരമായ മരങ്ങളും ചില്ലകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ ഓരോ ഭൂ ഉടമയും കർശനമായി പാലിക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30/2/7 പ്രകാരം പൊതുസുരക്ഷ മുൻനിർത്തി ഇത്തരം മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൂർണ്ണ അധികാരമുണ്ട്. കൂടാതെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 എന്നിവ പ്രകാരം അപകടകരമായ മരങ്ങൾ സ്വന്തം ചെലവിൽ മുറിച്ചു മാറ്റുവാൻ ഭൂ ഉടമയ്ക്ക് നോട്ടീസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നിയമപരമായ അവകാശവുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ നോട്ടീസ് ലഭിച്ചിട്ടും ഉടമസ്ഥർ മരം മുറിക്കാൻ തയ്യാറാകാത്ത പക്ഷം അധികൃതർക്ക് അത് മുറിച്ചു മാറ്റാവുന്നതാണ്. എന്നാൽ ഇതിന് വരുന്ന മുഴുവൻ ചെലവും റവന്യൂ റിക്കവറി വഴിയോ നികുതി കുടിശ്ശിക പോലെ ഉടമയിൽ നിന്ന് തന്നെ ഈടാക്കും. അതോടൊപ്പം ഭൂ ഉടമയുടെ അനാവസ്ഥ കാരണം മരം വീണ് അയൽക്കാരന്റെ വീടിനോ വാഹനത്തിനോ മറ്റു സ്വത്തുക്കൾക്കോ കേടുപാട് സംഭവിച്ചാൽ ടോർട്ട് നിയമപ്രകാരം വൻതുക നഷ്ടപരിഹാരം നൽകുവാനും ഉടമസ്ഥൻ ബാധ്യസ്ഥനാകും. സാമ്പത്തിക ബാധ്യതകൾക്ക് പുറമെ കടുത്ത ക്രിമിനൽ നടപടികളും ഇത്തരം വീഴ്ച വരുത്തുന്നവർക്കെതിരെ ഉണ്ടാകുന്നതായിരിക്കും. അപകട സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടിയെടുക്കാത്തത് നിയമപരമായി വീഴ്ചയെ കണക്കാക്കി പോലീസ് കേസ് എടുക്കാവുന്നതാണ്. ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 51 പ്രകാരം 1 വർഷം മുതൽ 2 വർഷം വരെ തടവോ ശിക്ഷയോ ലഭിക്കാം. മരം വീണ് ആളപായം ഉണ്ടായാൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 106, BNS സെക്ഷൻ 106 പ്രകാരം ഉടമസ്ഥനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും അധികൃതർ ഇതിനകം വ്യക്തമാക്കുന്നു. സ്വന്തം പുരയിടത്തിലെ മരം മറ്റുള്ളവർക്ക് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഉടമസ്ഥന്റെയും നിയമപരമായ ബാധ്യതയാണ്. അതുകൊണ്ട് മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ നോട്ടീസിനെ കാത്തു നിൽക്കാതെ തന്നെ അപകടകരമായ ചില്ലകൾ വെട്ടിമാറ്റി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജാഗ്രത പാലിക്കുക, ജീവനും സ്വത്തും സുരക്ഷിതമാക്കുക. മഴക്കാലത്തെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മുൻകൂട്ടിയുള്ള മുൻകരുതലുകൾ അത്യാവശ്യമാണ്. നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുന്നതിനേക്കാൾ സ്വന്തം ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് ഒരു നല്ല പൗരന്റെ ലക്ഷ്യം. നിങ്ങളുടെ ചെറിയൊരു ജാഗ്രത ഒരുപക്ഷെ വലിയൊരു ജീവനായിരിക്കും രക്ഷിക്കുന്നത്. സുരക്ഷിതരായിരിക്കുക. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ RJBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്